എനിക്ക് കുഴപ്പമില്ലടാ, വെടിയും തന്നെ കഴിക്കാൻ പറ്റും. എനിക്ക് എന്ത് കുഴപ്പം? വെടിയെന്ന് പറഞ്ഞാൽ വെടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയം ഞാൻ ഇതിലപ്പുറം കേട്ടിട്ട് ഇത് അവൾ ഈ കരിങ്കല്ലായിരിക്കും. ഒരു ദേഷ്യം ഇപ്പൊ സന്തോഷമില്ല. ഞാൻ പിൻ ചെയ്തിരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കൂട്ടുകാരിയാണ്, അന്നേരം ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല എന്താണെന്ന് അവനൊക്കെ അറിയാം. എന്തായാലും ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് രേണുസുതിയാണ്. ഈ ഒരു വീഡിയോ കാണുന്നവർ ചോദിക്കും, അതായത് ഈ ഒരു സബ്ജക്റ്റ് തന്നെ നീ നേരത്തെ ചെയ്തിട്ടുള്ളതല്ലേ, കണ്ടന്റ് ക്ഷാമമാണോ എന്ന്. ആദ്യം തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക, അന്നേരം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുന്നതും കുറവാണ്, കമൻറ്റ് ചെയ്യുന്നതും കുറവാണ്. വീഡിയോ എന്നാൽ 1000, 1000, 1500 പേരൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏതായാലും നമ്മൾ വീഡിയോ കാണുന്നതല്ലേ, ആ കൊടുത്ത് ഈ കാര്യങ്ങളൊന്നും നടന്നു പോട്ടെ. അന്നേരം വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തും. അപ്പോൾ ഏതായാലും രേണുസുതി പറഞ്ഞിരിക്കുന്നത് അവരെ കൂട്ടി വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല എന്നാണ്. അതിൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ. ഇതെല്ലാം കേട്ട് അവർ കല്ല് പോലെയായി എന്നാണ് പറഞ്ഞത്. എന്തായാലും ആ കല്ല് പെറുക്കി ഇവർ നാട്ടുകാരെ എറിയാൻ തുടങ്ങി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായതാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണമുണ്ട്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ. അപ്പോൾ രേണുസുതി പറഞ്ഞിരിക്കുന്നത് തനിക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല, തന്നെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ തനിക്ക് പ്രശ്നമില്ല, തനിക്ക് അതിനകത്ത് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ വരുന്ന കമൻറ്റുകൾ താൻ കൂടുതൽ പിൻ ചെയ്ത് വെക്കാറാണ് പതിവ് എന്നാണ് രേണു പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഒരു തന്ത്രമാണ്. ഇപ്പം തന്നെക്കുറിച്ച് എതിർ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവോ അല്ലെങ്കിൽ എതിർ പാർട്ടിയിൽപ്പെട്ട ഒരു അറിയപ്പെടുന്ന അല്ലെങ്കിൽ നല്ല സ്വാധീനമുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആളോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറോ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സോക്കോൾഡ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവിനെ എതിരെ ഒരു കമൻറ്റ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ ചെന്നിടുകയോ അല്ലെങ്കിൽ സ്വന്തം ഐഡിയിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഈ പറയുന്ന പ്രസ്തുത നേതാവിനെതിരെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനെതിരെ ഒരു വീഡിയോയോ മറ്റു കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് എടുത്തുകൊണ്ട് വന്ന് സ്വന്തം പ്രൊഫൈലിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇവരിടുന്ന കമൻറ്റ് സ്വന്തം പ്രൊഫൈലിൽ പിൻ ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള പരിപാടിയുണ്ട്. കാരണം തങ്ങളുടെ അനുയായികളായിട്ടുള്ള വെട്ടിക്കിളി കൂട്ടത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന എതിർ ചേരിയിലുള്ള ആൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ആ ഒരു ടെക്നിക്കാണ് രേണു ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പതിവിലും വിപരീതമായിട്ട് രേണുസുതി കുറച്ചുകൂടി കടന്നുപോയി കഴിഞ്ഞിടയ്ക്ക്. അതായത് രേണുസുതിനെ binu.venu എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് ഒരുത്തം വന്നിട്ട് കൂട്ടി വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോൾ രേണു ആ കമൻറ്റിന് റിയാക്ട് ചെയ്തത് ഒരു വീഡിയോ ആയിട്ടാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അവൻ ആ മറുപടി അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ ഡയറക്റ്റ് തന്തയ്ക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ 2-10 തെറി വിളിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തേനെ. പക്ഷേ രേണു അതിലും കടന്നുപോയി. അവൻ്റെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ അവൻ രേണുവിനെ എന്താണോ വിളിച്ചത് അതേ കണക്ക് തന്നെ തിരിച്ചു വിളിച്ചു. അപ്പൊ നമുക്ക് ആ റീലൊന്ന് കാണാം. ലോക വെടിയിറങ്ങി. അയ്യോ, നിന്റെ അമ്മച്ചി എവിടെ നടാ ഇറങ്ങിയത്? അത് നിന്റെ പെണ്ണുമ്പിള്ളയാണ് ഇറങ്ങിയത്. എവിടെ നടാ ഇറങ്ങിയത്? അവരെ എന്തിനാണ് ഇറക്കി വിട്ടത്? പാവങ്ങള്. എന്നാലും ഒന്നുമല്ലല്ലോ, നിന്റെ അമ്മച്ചിയല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ binu.venu എന്ന് പറയുന്ന വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ എവിടെയെങ്കിലും ചെല്ലുക. അതായത് വെറ്റിനറി മെഡിസിനും നമ്മുടെ മനുഷ്യർക്കുള്ള മെഡിസിനും കൂടി വിൽക്കുന്ന കടകളിൽ എവിടെയെങ്കിലും ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അൽബോമർ എന്ന് പറയുന്ന മെഡിസിൻ കിട്ടും. അതൊരെണ്ണം മേടിക്കുക. ഈ വിരശല്യത്തിനൊക്കെ നല്ല മരുന്നാണ്. അത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 4 തുള്ളി കലക്കി ഇവന് വൈകിട്ട് കുടിക്കാൻ കൊടുക്കുക. അത് കൊടുത്തില്ലെങ്കിൽ പറ്റുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇവന് നല്ല കൃമിയുടെ ശല്യമുണ്ട്. അതിൻ്റെ കടി കൊണ്ടാണ് ഇവൻ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ കണ്ട പെണ്ണുങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ചെന്നിടുന്നത്. അന്നേരമാണ് അവരെടുത്ത് വെച്ച് ഇത്തരത്തിൽ റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ രേണു ചെയ്ത റിയാക്ഷനെ ഞാൻ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. കാരണം രേണു ഒരു സ്ത്രീയാണ്, അവൻ്റെ അമ്മയും ഭാര്യയും അതേ ജെൻഡറിൽപ്പെട്ട ആളുകളാണ്. അതായത് അവർ സ്ത്രീകളാണ്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ അങ്ങനെ ഒന്നും വിളിച്ച് അധിക്ഷേപിക്കരുത്. രേണുവിന് അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്നാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിന്ന് ജസ്റ്റ് ഒന്ന് രേണുസുതിയുടെ പ്രൊഫൈൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത സമയത്ത് ഈ പറയുന്ന വീഡിയോ അവിടുന്ന് മുക്കാനായിട്ട് ഇടയായ സാഹചര്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു.
അതായത് രേണുവിന് അഗെയിൻസ്റ്റായിട്ട് വീഡിയോ ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സും ഈ ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ രേണുവിന് നെഗറ്റീവ് ഇമേജ് ഒന്നുകൂടി കൂടിയപ്പോഴത്തേക്ക് രേണുവിന് നിൽക്കള്ളിയില്ല. അതുകൊണ്ട് തന്നെ രേണു ഈ ഒരു സാധനം അങ്ങ് മുക്കി. അതായത് ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുന്നത് തനിക്ക് സന്തോഷമേ ഉള്ളൂ, തന്നെ ഇനിയും അങ്ങനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് ആളുകൾക്ക് പ്രോത്സാഹനം നൽകിയ രേണു തന്നെ തനിക്കെതിരെ അത്തരത്തിലുള്ള ഒരു കമൻറ്റ് വന്നപ്പോൾ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തു. അതും ആ ഒരു കമൻറ്റ് ഇട്ട ആളുടെ വീട്ടിലിരിക്കുന്ന അയാളുടെ അമ്മേനെയും ഭാര്യേനെയും മോശം പറഞ്ഞുകൊണ്ട് തന്നെ. അതൊരു തരത്തിലും എനിക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. രേണു ഒരു കേസ് ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ അയാളെ 10 തെറി വിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുക, ഞാൻ ഉറപ്പായിട്ടും രേണുവിനെ സപ്പോർട്ട് ചെയ്തുള്ളായിരുന്നു. പക്ഷേ അവരുടെ കുടുംബത്തിൽ ഇരിക്കുന്ന സ്ത്രീകളെ വിളിച്ചപ്പോഴത്തേക്കാണ് ഞാൻ പോലും അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണമെന്ന്. പിന്നെ അതുകൂടാതെ രേണു ഇത് മാത്രമല്ല കേട്ടോ മുക്കിയത്. കഴിഞ്ഞ ദിവസം ഒരുമാതിരിപ്പെട്ട എല്ലാ യൂട്യൂബേഴ്സും എടുത്ത് ഇവരെ അലക്കിയ ഒരു ട്രോൾ ഉണ്ടായിരുന്നു കുറേ ഇൻസ്റ്റാഗ്രാം പേജിൽ. അതായത് രേണു സുധീനെ മദർ തെരേസയുമായിട്ട് കമ്പയർ ചെയ്ത് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ട്രോളിൻ്റെ ഇമേജ് ഇവരുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ട്രോളാൻ എനിക്ക് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ട്രോൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന മദർ തെരേസയുമായിട്ട് നിങ്ങളെ ഉപമിക്കാൻ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും രേണുവിന് സ്വയം മനസ്സിലായി കാണും താൻ എടുത്തു വച്ചിരിക്കുന്നത് ഒരു വൻ കുരുക്കാണ്, അല്ലെങ്കിൽ ഇത് തനിക്ക് 8ന്റെ പണിയാവുമെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും രേണു ആ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റും മുക്കിയിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട സ്ക്രീൻ റെക്കോർഡും കൂടി ഞാനിവിടെ വെക്കുന്നുണ്ട്. കാരണം ഇത് വെച്ചില്ലെങ്കിൽ കുറെ ക്രിമിനൽ കൂടിയ സാധനങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്നത് ചൊറിയും. പിന്നെ അവനൊക്കെ മറുപടി എഴുതി എൻ്റെ കൈ തേയും. കാരണം വേറൊന്നുമല്ല, എൻ്റെ ഇതിനകത്ത് ഫോണിനകത്ത് ഞാൻ മലയാളം ടൈപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇങ്ങനെ ഒരു 10 പേർക്ക് ഇതേ കണക്കൊരു പാരഗ്രാഫ് പോലെ കുറച്ചധികം കമൻറ്റ് എഴുതി കഴിയുമ്പോൾ എൻ്റെ കൈയുടെ പണി കുറ്റം തീരും. അതുകൊണ്ട് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു. എന്നാൽ ശരിയെന്നാൽ ലൈക്കും കമൻറ്റും ചെയ്യുന്ന കാര്യം മറക്കരുത്.